ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് അച്ഛൻ്റെ ബർത്ത്ഡേ ആട്ടോ. അതിൻ്റെ സ്പെഷ്യലായിട്ട് ഞങ്ങൾ പായസം വയ്ക്കുന്നത് ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ. നമുക്ക് വീഡിയോയിലോട്ട് പോവാം കേട്ടോ. നമ്മൾ ഉരുളി വെച്ചിരിക്കുക കേട്ടോ. ഉരുളി ചൂടായതിന് ശേഷം അപ്പോൾ ഉരുളി എങ്ങനെ ചൂടായിട്ടാ പിന്നെ നമുക്ക് ഇനി ഇതിലോട്ട് പാല് ഒഴിക്കാം കേട്ടോ. ഇതിലേക്ക് പാൽ ഒഴിച്ചു. അപ്പോൾ ഇത് 4 പാക്കറ്റ് പാലാണ് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ പാല് തിളച്ച് കിട്ടണം. നന്നായി ഇളക്കി കൊടുക്കണം. നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ആ സമയം കൊണ്ട് നമുക്ക് ഷുഗർ കാരമല ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു ചീഞ്ചട്ടി വെച്ചിട്ടാണ് ഞങ്ങൾ കാരമല ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതേ കുറച്ച് നമുക്ക് ആവശ്യത്തിന് കാരമല ചെയ്തെടുക്കാനുള്ള ഷുഗർ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് ചീഞ്ചട്ടിക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഷുഗർ ഒന്ന് കാരമൽ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഷുഗർ കാരമൽ ചെയ്തെടുക്കുന്നത്. ഷുഗർ പെട്ടെന്ന് വെള്ളമാവുമല്ലോ, അതുകൊണ്ട് അപ്പോൾ ഇത് കാരമൽ ചെയ്ത് വരുന്നുണ്ട് കേട്ടോ. കാരമലായിട്ട് വരുന്നത്. അപ്പോൾ ഇതേ നല്ല കാരമലായി വന്നു കേട്ടോ. നന്നായി വന്നു. നന്നായി വന്നു. ഇത് സൂക്ഷിച്ച് കാരമൽ ചെയ്തെടുക്കുന്നത്. ഇത് നന്നായി വന്നിട്ടുണ്ട് കേട്ടോ. നന്നായി കാരമൽ ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. എന്തെങ്കിലും ബ്രൗൺ കളർ ആവണം നന്നായിട്ട്, എന്നാലാണ് നമുക്ക് കളറാവുള്ളൂ. അപ്പോൾ ഇത് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി കാരമൽ ചെയ്തെടുക്കുക ചെയ്യുന്നുണ്ട്. നന്നായി കാരമൽ ഓഫ് കേട്ടോ. ഇത് പാലിലോട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. പാലിലോട്ട് അത് ഒഴിച്ച് കൊടുത്ത് ശ്രദ്ധിച്ചത് ഒഴിക്കണേ. പാലിലോട്ട് ഇത് ഒഴിച്ചു കേട്ടോ. പാലിൽ കളർ വരാൻ വേണ്ടിയിട്ടാണ് ഈ കാരമൽ ചേർത്ത് കൊടുക്കുന്നത്. ഷുഗർ കാരമൽ വൈറ്റ് കളർ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വേണ്ടവർക്ക് യൂസ് ചെയ്താൽ മതി കേട്ടോ. സ്കിപ്പ് ചെയ്യാവുന്നതാണേ. അപ്പോൾ നമ്മൾ പായസം ഉണ്ടാക്കാൻ പോകുന്നത് സേമിയ കേട്ടോ. ഇനി സേമിയ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. നമുക്ക് കുറച്ച് ഇടാൻ പറ്റുള്ളത് കട്ട കുത്തും. ഒന്നാകെ ചെരിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ കട്ട കുത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ഇട്ടിട്ട് ഇളക്കി കൊടുക്കുന്നത്. കാണുന്നുണ്ടോന്ന് അറിയില്ല. അടുപ്പത്താണ് ഞാൻ ചെയ്യണത്, ഗ്യാസിന്റെ മീതല്ല. അപ്പോൾ നമ്മൾ ഇതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ പോകട്ടോ. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ മതി. ഞങ്ങൾ ഇതേ ആവശ്യത്തിനുള്ള പഞ്ചസാര ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഈ മധുരം നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഷുഗർ ചേർത്ത് കൊടുക്കാവുന്ന കേട്ടോ. നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാൻ പോകണേ. നെയ്യിലാണ് നമ്മളിത് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. അങ്ങനെ നെയ്യ് ആണ് നമ്മൾ പാനിൽ ഇട്ട് കൊടുക്കണം. ഇതേ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇതിലോട്ട് അണ്ടിപ്പരിപ്പ് ഇടുക കേട്ടോ. മുന്തിരി ഇട്ട് കൊടുത്തു കേട്ടോ. നന്നായി ബ്രൗൺ കളർ ആവുമ്പോൾ മുന്തിരി ജസ്റ്റ് ഒന്ന് വീർത്ത് വരുമ്പോൾ മറ്റേ അണ്ടിപ്പരിപ്പ് നമ്മുടെ ഒരു ബ്രൗൺ കളർ ആവുമ്പോൾ നമുക്ക് എടുക്കാവുന്ന കേട്ടോ അത്. അപ്പോൾ നമ്മളിത് കുറച്ച് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്.
അങ്ങനെ നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയും റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പായസത്തിലേക്ക് ചെരിഞ്ഞ് വെക്കുകയാണ്. ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് ഞാൻ കാണിച്ചു തന്നത്. പലരും പല ടൈപ്പിലാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ ഞാൻ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ്. ഇന്ന് അത് അടി പിടിക്കാണ്ട് ഇളക്കി കൊടുക്കണം. ഇളക്കി ഒന്ന് വിട്ട് നിൽക്കാൻ പോലും പറ്റില്ല. കാരണം ഇത് ഇങ്ങനെ അടി പിടിച്ചിരിക്കും. അതുകൊണ്ടാണ് ഇത് നമ്മൾ കൈ വിടാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇനി നമ്മൾ കുറച്ചും കൂടി നെയ്യ് ഉപയോഗിക്കുകയാണ്. ഇപ്പൊ പായസം അങ്ങനെ റെഡി ആയിട്ടോ. ഇനി നമുക്ക് പായസം ഇറക്കാം. അപ്പൊ അങ്ങനെ ഈ പായസം ഇറക്കി വെച്ചു കേട്ടോ. നമ്മൾ പായസം അവിടെ ഇറക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടാ. അപ്പോഴും ഒന്ന് ചൂടാവുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി അതുപോലെ അടി പിടിച്ചാലോ, അതാണ്. അപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കിയ പായസം റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ കണ്ടല്ലോ. അതുപോലെ ഒന്ന് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. നോക്കിയിട്ട് നിങ്ങൾ കഴിച്ച് നോക്കുക. ടേസ്റ്റ് ഉണ്ടെങ്കിൽ അഭിപ്രായം പറയുക കമൻറ്റിൽ. പിന്നെ ലൈക്ക് തരിക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.